മനുഷ്യരോട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒന്ന് അവരോടുള്ള കടമകൾ നിർവഹിക്കണം, അല്ലേ? മനുഷ്യർക്ക് ഉപകാരം ചെയ്യണം. ആരാണ് നല്ല മനുഷ്യർ? അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു അൻ-നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു അൻ-നാസ വലാ യസ്ബിറു അലാ അദാഹും വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. അൽ മുഅ്മിനു യഅലിഫു വയുഅലഫു വലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യുഅലഫു വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. അങ്ങനെയാണ് ഹദീസ്. ആദ്യം പറഞ്ഞത് വേറൊരു ഹദീസ്, ഇത് വേറൊരു ഹദീസ്. വിശ്വാസി എന്ന് പറഞ്ഞ മനുഷ്യരോട് ഇട ചേർന്ന് നിൽക്കും, മിങ്കിൾ ഇത് നിൽക്കുക എന്ന് പറയില്ലേ, കൂടിക്കലർന്ന് ജനങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ നടുക്കാം, ജനങ്ങളുടെ കൂടെയാണ്. എന്നിട്ട് അതുകൊണ്ട് കുറെ പ്രയാസമുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സുഖത്തിനില്ല, അതിന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. വയസ്ബിറു അലാ അദാഹും, അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ക്ഷമിക്കും. ആ മുഅ്മിനാണ് ജനങ്ങളോട് ഇടപഴകാത്ത, എന്നിട്ട് അതിന് ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്വന്തം നിലക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന വിശ്വാസിയേക്കാൾ നല്ലതെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി തൊട്ടടുത്ത ഹദീസിൽ പറഞ്ഞു, അൽ മുഅ്മിനു യഅലിഫു വയുഅലഫു, വിശ്വാസി ഇങ്ങോട്ട് ഇണങ്ങും അങ്ങോട്ട് ഇണക്കപ്പെടും, ഇങ്ങോട്ടും ചേരും അങ്ങോട്ടും ചേരും. ഒരാളെ കണ്ട അങ്ങോട്ട് ഓടിച്ച് ആളിങ്ങോട്ട് ഓടി വരും, അല്ലെ? എന്തു സ്നേഹമാണ് കാണാൻ, കെട്ടിപ്പിടിക്കാൻ, കൈതരാൻ, സലാം പറയാൻ, മനുഷ്യരോട് ഇണങ്ങി ചേർന്ന് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നോ, മനുഷ്യർക്ക് കൂടുതൽ ഉപകാരമുള്ളവരാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളവർ. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ജനങ്ങളോട് ചേർന്ന് നിൽക്കുക, ജനങ്ങളോട് ഇണങ്ങി നിൽക്കുക, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാവുക. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ, അതാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഖൈറുന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ആ ഖൈറുന്നാസിനെ തന്നെയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഭാഗം ശ്രദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് വീഴ്ചകളും കുറവുകളും വന്നു പോകുന്നുണ്ടോ എന്ന് നിരന്തരമായി നമ്മൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ഇനി നമുക്ക് ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ് എന്നാണല്ലോ, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുക, അല്ലേ? എന്തെങ്കിലും അർത്ഥത്തിൽ ആളുകൾക്ക് ഉപകാരം ചെയ്യുക, സേവനം ചെയ്യുക, അതാണല്ലോ ഏറ്റവും നല്ല മനുഷ്യൻ. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ. സംഗതി വശാൽ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഉപകാരം ഒരാൾക്കും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സാഹചര്യം അങ്ങനെ അല്ലെങ്കിൽ എന്തോ. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റൂലേ, ഉപദ്രവിക്കാതിരിക്കും. ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഹദീസിലുണ്ട്, നിങ്ങൾക്ക് ഒരു ഉപകാരം ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ അയാളെ ഉപദ്രവിക്കാതിരിക്കുവോ? എങ്ങനെ ഉപദ്രവിക്കാറിയോ? വാക്കുകൊണ്ട്, നാവുകൊണ്ട്, മറ്റുള്ള രൂപത്തിൽ, അല്ലെ? അങ്ങനെ ഉപദ്രവമായിട്ട് നിങ്ങൾ ജീവിച്ചാൽ മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഉപദ്രവിച്ചു. ഉപദ്രവിച്ചാൽ എന്താണെന്നറിയോ, മനുഷ്യന്റെ മനസ്സ് കീറും, മനസ്സിൽ മുറിവേൽക്കും. മനസ്സിനേറ്റ മുറിവില്ലേ, ചിലപ്പോൾ ഉണക്കാൻ നമുക്ക് മാർഗം ഉണ്ടാവില്ല. ശരീരത്തിനേറ്റ മുറിവ് നമുക്ക് ഉണക്കാൻ മാർഗം ഉണ്ടാവും. മനസ്സിനേറ്റ മുറിവ് ആളുകൾ നിങ്ങളാൽ, നിങ്ങളുടെ നാവിനാൽ, നിങ്ങളുടെ വാക്കിനാൽ, നിങ്ങളുടെ പ്രവൃത്തിയാൽ ആളുകൾക്ക് മുറിവേറ്റ് അവരുടെ മനസ്സിൽ അവർ പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ രക്ഷയില്ല. പടപ്പളോടുള്ള കടമകൾ തീർക്കാതെ പടച്ചവൻ പുറത്തുവരില്ല. ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയട്ടെ. ഞാനൊരു ഉംറക്ക് ഞങ്ങളിങ്ങനെ പോവായിരുന്നു. ഉംറക്ക് ഇങ്ങനെ ഒരു സംഘത്തായിട്ട് പോകുമ്പോൾ ഇതിനൊരു ക്ലാസ് കൊടുത്തിട്ട്, ഉംറയുടെ ക്ലാസ് ഒക്കെ കൊടുക്കൂല്ലേ നമ്മൾ. അപ്പൊ പടച്ചവനോടുള്ള ബന്ധം, അത് അവിടെ പോയിട്ട് തൗബ ഇസ്തിഗ്ഫാർ, അതിനാണ് നമ്മൾ പോകുന്നത്. ജീവിതത്തെ കഴുകാനും ശുദ്ധീകരിക്കാനുമാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്. പിന്നെ അതോടൊപ്പം പറഞ്ഞു, പടപ്പുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, പൊരുത്തപ്പെടിക്കണം. ഉംറക്കും ഹജ്ജിനും പോകുന്നവർ പൊരുത്തപ്പെടിക്കൂലേ? അങ്ങനെ വേണം, പൊരുത്തപ്പെടിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് പിരിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് പങ്കെടുത്ത ഒരാൾ എന്നെ വിളിക്കുക. പിന്നെ നിങ്ങൾ ഇന്നലെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരാളായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അയാളെ വിളിച്ചു. അപ്പൊ നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ നിനക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോ ഉംറക്ക് പോവാണ്, എനിക്ക് നീ അത് പുറത്തു തരണമെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ പുറത്തു തരൂല എന്ന്. ഇനി ഞാൻ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഞാൻ പുറത്തു തരും. അപ്പൊ ഞാൻ പിന്നെ അന്വേഷിച്ചു. അപ്പൊ മാരകമായ രൂപത്തിൽ അയാളെ ഉപദ്രവിച്ചിട്ടുണ്ട്.